ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാർ വൈറ്റ് ആരൻ മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. ഈ ചാനലിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിൽ ദേ കോണ്ടാക്ട് യു അഗെയിൻ എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ആർക്ക് വേണമെങ്കിലും കാണാം കേട്ടോ. ഏത് സിറ്റുവേഷനിലുള്ളവർക്കും കാണാവുന്നതാണ്. ഇവൻ ബ്രേക്കപ്പ് ആയിക്കോട്ടെ, സെപ്പറേഷൻ ആയിക്കോട്ടെ, നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, എന്താണ് ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ്. ഡീറ്റെയിൽഡായിട്ടല്ല നോക്കുന്നത്, ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. സോ ഞാനിവിടെ 2 പൈലാണ് ചൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവരുടെയും എനർജി ഇതിൽ വരും. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത വിട്ടുകൾ നിൽക്കുക. നിങ്ങൾ ഇത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ ഇത് റെസണേറ്റ് ആയിരിക്കും. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് പൈലാണോ കൂടുതൽ അട്രാക്റ്റായി തോന്നുന്നത് നിങ്ങൾക്ക് ആ പൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പൈൽ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ, 4 ഓഫ് പെൻറ്റക്കിൾ, 8 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 9 ഓഫ് പെൻറ്റക്കിൾ ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് നോക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് ആ പേഴ്സണ് ഇമോഷണലിനേക്കാളും കൂടുതൽ പ്രാക്ടിക്കലായിട്ടാണ് കാണിക്കുന്നത്. അതായത് പൈസയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പേഴ്സണായിട്ട് കാണിക്കുന്നു. അവർ വളരെ പ്രാക്ടിക്കൽ മൈൻഡോട് കൂടിയായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്ത് തന്നെ ആയാലും നിങ്ങൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ജെൻസാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ കിങ് ഓഫ് പെൻറ്റക്കിൾ ആയിട്ടായിരിക്കും കാണുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക കേട്ടോ. അതായത് ഇവിടെ നിങ്ങളെ അവരൊരു ഇൻഡിപെൻഡൻറ്റ് വുമൺ അല്ലെങ്കിൽ ഒരു മാൻ ആയിട്ടാണ് കാണുന്നത്. ഈവൻ നിങ്ങളിപ്പോൾ ഒരു നല്ല ജോബുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള ആളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേബിൾ ആണെന്ന് അവർ വിചാരിക്കുന്നു. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നു. കൂടുതൽ ആൾക്കാരുടെയും കേസിൽ അതൊരു കരിയർ അല്ലെങ്കിൽ ഫിനാൻസ് ആയിട്ട് കാണിക്കുന്നു. അവർ നിങ്ങളുടെ പേഴ്സണെ കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി ഓടി നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് ഈഗോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. കുറച്ച് പേർക്ക് ഇതൊരു മറ്റൊരു പേഴ്സണായി കാണുന്നത് കേട്ടോ. എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ അവർ അതിൽ സ്റ്റക്കാണെന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് നെക്സ്റ്റ് കാർഡ് 8 ഓഫ് സോർഡ്സ് ആണ്. സോ അവരെ തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈവൻ അത് കരിയർ ആണെങ്കിൽ പോലും തൽക്കാലം അവർക്ക് അനങ്ങാൻ പറ്റാത്ത വണ്ണം ആളവിടെ സ്റ്റക്കായിട്ട് കാണിക്കുന്നു. നിങ്ങളോട് അവർക്ക് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ബിക്കോസ് കിങ് ഓഫ് കപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആളുടെ കയ്യിൽ നിങ്ങളോടുള്ള ഇമോഷൻസിൻ്റെ കപ്പൊക്കെ ഉണ്ട്. ബട്ട് ആളത് പുറത്ത് കാണിക്കുന്നില്ല. ബിക്കോസ് ചെറിയ രീതിയിലുള്ള ഒരു ഈഗോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നു. സോ അവരത് കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് ആൾക്ക് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അവർ സ്റ്റക്കാണ്. സോ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി ചെയ്യുമെന്ന് തന്നെയാണ്. പക്ഷേ കുറച്ച് ലാഗുണ്ട്. അവർ തീർച്ചയായും ഫ്യൂച്ചറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബിക്കോസ് ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിളാണ്. അവരൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ലക്ഷറീസ് ലൈഫിനോട് അട്രാക്ഷനുള്ള ഒരു പേഴ്സണാണ് ഇത്. കറൻ്റ്ലി സ്റ്റക്ക് പൊസിഷനിലാണ്. പക്ഷേ ലാഗ് ഉണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നമുക്കൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം. സോ ഇതായിരുന്നു പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചായി തോന്നിയാൽ മാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ. അടുത്തത് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തിട്ട് റീഡിംഗ് ആണ്. ഏതൊക്കെ കാർഡ്സ് കിട്ടുമെന്ന് നോക്കാം.
ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 10 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് വാൻസ്, 10 ഓഫ് കപ്സ്, ജസ്റ്റിസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 7 ഓഫ് വാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ ഇവിടെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ സ്റ്റേജിലൂടെ പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് കിട്ടുന്നത്. ബിക്കോസ് നമുക്ക് ഫസ്റ്റിൽ തന്നെ 10 ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ റിലേഷൻഷിപ്പ് എൻഡായി പോയതായിട്ട് കാണിക്കുന്നു. മാരേജ് സിറ്റുവേഷനോ ആണെങ്കിൽ മാരേജ് സിറ്റുവേഷൻ ഉണ്ട്, ഡിവോഴ്സ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതായിട്ട് എടുക്കുക. ഇവിടെ ചിലർക്ക് ഹോപ്പ് വരെ, അതായത് പ്രതീക്ഷ വരെ നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നു. കാരണം ടോട്ടലി എൻഡായി പോയതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. കാരണം നെക്സ്റ്റ് കാർഡ് നമുക്ക് നൈറ്റ് ഓഫ് വാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അവരെത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ അവർ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും നിങ്ങളെ കുട്ടികൾ വേണമെന്നും അവരാഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഭാഗത്താണ് നീതിയെന്നും നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്നും അവരാഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാനായിട്ട് അവർ നോക്കുന്നു. ബട്ട് ഇവിടെ ചിലരുടെ കേസിൽ ഒരു ഫിയർ കാണുന്നുണ്ട്. ഇനി തിരികെ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ അതോ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം അവർക്കുള്ളതായിട്ട് കാണിക്കുന്നു. ചിലർക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ തന്നെ ജസ്റ്റിസ് തരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ബാക്കി ചിലർക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഇടപെട്ടിട്ട് അവരെ കൊണ്ട് ഒരു ജസ്റ്റിസ് തരിയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നേരത്തെ അവർ സ്റ്റക്ക് ആയിരുന്നിരിക്കാം, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നിരിക്കാം. സോ നിങ്ങൾക്ക് നേരെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്ന് വച്ചിരിക്കുന്നതായിട്ടായിരുന്നു കാണിച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ടൈമായിട്ട് കാണിക്കുന്നു. സോ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചായി തോന്നിയാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.